ഹലോ എവ്രിവൺ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് 2 ബുക്സ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ 2 ബുക്സും എസ്പെഷ്യലി സജസ്റ്റിംഗ് ഫോർ സ്റ്റുഡൻസ് ആണ്. അതുപോലെ തന്നെ PSC ആസ്പിറൻസിനാണെങ്കിലും ഇതിൽ ഞാൻ പറയുന്ന ഒരു ബുക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഹൈസ്കൂൾ അല്ലെങ്കിൽ UP സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുള്ള അമ്മമാർ അച്ഛന്മാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല 2 ബുക്സാണ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ നിയർ ബൈ വല്ല ലൈബ്രറീസ് ഉണ്ടെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് കിട്ടും. ഞാനിത് എടുത്തിരിക്കുന്നത് ലൈബ്രറിയിൽ നിന്നാണ്. 2 ബുക്സിനും റേറ്റ് വരുന്നത് 160 ആണ്. അപ്പോൾ അഫോർഡബിൾ കൂടിയാണ്. പക്ഷെ നമുക്കിത് സ്വന്തമായിട്ട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കും ഇത്. ആദ്യത്തെ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. നോബൽ സമ്മാനം നേടിയ രസതന്ത്രജ്ഞർ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് പത്തിയൂർ ഷാജി എന്ന് പറയുന്ന ആളാണ്. ആളുടെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് വാങ്ങിച്ചാലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ രസതന്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയിട്ടുള്ള ഫസ്റ്റ് മുതൽ, അതായത് 1901 രസതന്ത്രത്തിലെ നോബൽ സമ്മാനം ആദ്യമായിട്ട് കൊടുക്കുന്നത്. മൊത്തത്തിൽ നോബൽ സമ്മാനങ്ങൾ നൽകാൻ തുടങ്ങിയത് 1901 അപ്പം ഇതിൽ രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള 1901 മുതൽ 2007 വരെയുള്ളവരുടെ പേര്, ഏത് പരീക്ഷണങ്ങൾക്കാണ് അല്ലെങ്കിൽ ഏതിനാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്ന്, അതുപോലെ തന്നെ അവരുടെ ലൈഫിലെ കാര്യങ്ങളും കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് ഇതൊരു മോട്ടിവേഷണൽ സ്റ്റോറി കൂടി ആയിരിക്കും. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അതൊരു മോട്ടിവേഷൻ കൂടി ആയിരിക്കും. ഇതുപോലുള്ള ബുക്സൊക്കെ നമുക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സയൻസ് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആകും. അവർ വളർന്നു വന്നിരിക്കുന്ന ഇതിലെ സയൻറ്റിസ്റ്റുകളൊക്കെ വളർന്നു വന്നിട്ടുള്ളൊരു ജീവിതം, അവരനുഭവിച്ച ജീവിതം എല്ലാം ഇതിനകത്തുണ്ട്. ഇത് ഞാൻ കുറച്ചായി എടുത്തിട്ട്, അപ്പം ലൈബ്രറി ബുക്ക് ആയതുകൊണ്ട് എനിക്ക് റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതിന് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് വല്ലതും എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഞാൻ നോക്കിയില്ല. അപ്പോൾ ഞാൻ ആ ലിങ്ക് വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ബുക്ക് സ്റ്റോളിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു ബുക്ക് കിട്ടുന്നുണ്ടോയെന്ന് നോക്കിയാൽ നല്ലതാണ്. നല്ല രീതിയിൽ നമുക്ക് കെമിസ്ട്രി റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുനിന്ന് കിട്ടും. പിന്നെ രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു ബുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുക LP സെക്ഷൻ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കുക. എൻ്റെ കൊച്ചിന് ഞാൻ ഇതിൽ നോക്കിയിട്ടാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നല്ല രീതിയിൽ മക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കഥകളാണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് കാണിച്ച ബുക്ക് കുറച്ച് വലിയ പിള്ളേർക്കാണെങ്കിൽ, ഈ രണ്ടാമത് കാണിച്ച ബുക്ക് കൊച്ചു കുട്ടികൾ മുതൽ ഒരു LP സെക്ഷൻ വരെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവും. പിന്നെ വലിയവർക്കും ഉപകാരം തന്നെയാണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്നൊരു ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ വേർഡ്സിലൊക്കെയാണ് കാര്യം പറയുന്നത്. കഥ പറയും പോലെയാണ് പറയുന്നത്. അപ്പം വരൂ ശാസ്ത്രജ്ഞരാവാം എന്നാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ രണ്ടും സയൻസ് റിലേറ്റഡ് ബുക്സാണ്. കാരണം എനിക്ക് സയൻസ് കുറച്ച് ഇഷ്ടമാണ്. അത് കാരണമാണ് ഞാൻ ഇങ്ങനത്തെ ബുക്ക് എടുക്കുന്നത്. ഇതും ലൈബ്രറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിനും 160 റുപ്പീസാണ്. പക്ഷേ നമുക്ക് ബുക്ക് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇത് എഴുതിയിരിക്കുന്നത് പ്രൊഫസർ S ശിവദാസ് ആണ്. പിന്നെ വരൂ ശാസ്ത്രജ്ഞരാവാമെന്നാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പേര്. ഇതിൽ പറഞ്ഞ പോലെ തന്നെ ബേസിക്കായിട്ട്, അതായത് ചെറിയ ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് നമുക്ക് സയൻസിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അവരൊന്ന് പുഷ് ചെയ്യാനും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു ബുക്കാണിത്. ഇതിൽ പല രീതിയിലും പല ശാസ്ത്രജ്ഞരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കഥകളിലൂടെയാണ്. സിമ്പിളായിട്ട് കഥകളിലൂടെയാണ് ഇതിനകത്ത് ഓരോരുത്തരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓരോ സയൻറ്റിസ്റ്റിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കഥകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റോറിയും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഹെഡിങ് ഞാൻ വായിക്കാം. ആപ്പിൾ താഴെ വീഴുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളത് ഒരു കഥാരൂപത്തിൽ പറയുന്നൊരു ബുക്ക് കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റോ അങ്ങനെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സയൻസ് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ഇതുപോലെ ബുക്സ് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം ജസ്റ്റ് ബിഗിനിങ് ഞാൻ എടുക്കാറുള്ള ബുക്സ് എല്ലാം ഞാൻ വീഡിയോ ആയിട്ട് ഇടാറില്ല. ഇനി പറ്റുമെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ഇടുക. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും സജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.